ജോയ്, യു പെർഫെക്റ്റ്ലി ഓക്കെ. സ്വന്തം മനിയനെ പോലെ കൊണ്ടു നടന്ന ആൻ്റണിയുടെ മരണം നൽകിയ ഷോക്ക്. ഫോർ യു ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ആക്സെപ്റ്റ്. ഇറ്റ് വാസ് എൻ ആക്സിഡൻറ്റ്. സത്യത്തിൽ എനിക്കും അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് വിധി അല്ലാതെന്താ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവൻ എന്നോടൊപ്പമില്ലായിരുന്നു. പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നിന്റെ മനസ്സ് നിന്നെ അനുവദിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. ഡോക്ടർ, അപ്പം എനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം? ജോയ്, നിനക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. യു ആർ ക്വൈറ്റ് നോർമൽ. നീ അവൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഇറ്റ്സ് ഓൺലി എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇപ്പൊ നിനക്ക് സമാധാനമില്ല മോളെ? എനിക്കാകെ എന്തോ പോലെ ഡോക്ടറെ. ഇവിടെ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നവരെ എനിക്കൊന്നും സംഭവിക്കരുത്. അങ്ങനെയല്ല ജോയ്, ഇവിടെ നമ്മളെല്ലാവരും കൂടി നല്ലൊരാളെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുള്ളൂ. തൽക്കാലം നിങ്ങൾ സ്ഥലം കാലിയാക്ക്. എനിക്ക് 1-2 അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്. ഓ മോളെ, നീ ഒന്ന് പുറത്തേക്ക് തന്നെ, അപ്പനപ്പോൾ വരാം. ശരിയപ്പാ. ഡോക്ടറെ, എനിക്കിത്തിരി ക്യാഷ് വേണമായിരുന്നല്ലോ. ഓക്കെ. ജോയ്, ഡോക്ടറെ പിന്നെ ഒന്ന് അമേരിക്കയ്ക്ക് പോകുന്നത്? എവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലേക്ക് കൊണ്ടുവന്നത്. ഇനി എന്നെ വീണ്ടും അങ്ങോട്ട് തിരിച്ചയക്കുക. ജോയ്, ഏയ്. അതെ. പോവാം. എന്താപ്പാ? അപ്പനൊന്നും മനസ്സിലാകുന്നില്ല മോളെ. ആൻ്റണി മരിച്ചത് അപ്പൻ അറിഞ്ഞില്ല. ഇപ്പോൾ ഡോക്ടർ USA പോയി വന്നതും അപ്പൻ അറിഞ്ഞില്ല. അപ്പനെന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ മോളെ. അപ്പനതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഡോക്ടറുകൾ പറഞ്ഞില്ല ടെൻഷൻ അടിക്കരുതെന്ന്. പിന്നെന്തിനാ? ഏയ്, അപ്പൻ എന്തായാലും ആൻ്റണിയുടെ വീട് വരെ ഒന്ന് പോകണം. അല്ല, അതിനു മുമ്പ് എനിക്ക് വേറൊരു സ്ഥലം വരെ ഒന്ന് പോകണം. അപ്പൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആൻ്റണിയുടെ കൂടെ അപ്പൻ അവസാനം പോയത് അവിടെയാ. അവിടെ ഒന്ന് പോകണം. ആ, ആ കാണുന്ന വീട്ടിലാണ് ഞാൻ ആനയുടെ ഒപ്പം അവസാനം പോയത്. മോളിവിടെ ഇരിക്കി, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ശരിയപ്പാ. എന്നാലും ആരാ ചെയ്തെന്ന് ഇതുവരെ പിടിയിട്ടില്ലല്ലോ. അതിൻ്റെ വീട്ടിലുള്ളവരല്ലോ, പുറത്തുള്ളവരല്ലേ. എല്ലാം ദൈവവിധി എന്ന് പറഞ്ഞാൽ മതി. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ വിളിക്കും. അവൻ വരാന്ന് പറയണല്ലാതെ കഴിഞ്ഞ പ്രാവശ്യവും കൂടെ ഞാൻ വിളിച്ചതാ പാടാ. അവൻ വരണ്ടേ? അവന്റെ സമയത്ത്. വല്യമ്മൻ്റെ കൂടെ പോണെന്ന് ഇപ്പം പറയാറുണ്ട്. കോട്ട് കേട്ടത്ര ശരിയല്ലെന്നേ. അതെ, ഈ ഫോട്ടോയിൽ കാണുന്ന സിജോ. സിജോടെ ആണ്ടല്ലേ നടക്കണേ. ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ലേ? സിജോ മരിച്ചിട്ട് 1 വർഷമായി. അവന്റെ പരിപാടിയല്ലേ നടക്കണേ. സിജോനെ എങ്ങനെ അറിയാം? സിജോന്റെ ഫ്രണ്ടാ. ആണോ? ദേവസി, ഭക്ഷണം കൊടുക്കിയാക്ക്. കൂടെ അവിടെ ഭക്ഷണം ചെല്ലു. ഭക്ഷണം കഴിക്കാം. വാ. അവന്റെ ഫ്രണ്ടാ.
മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് എനിക്ക് ഭയം. നീ വെറുതെ ആവശ്യമില്ലാത്തവരൊന്നും പറയല്ല എൻ്റെ അനു. മരണം എല്ലാവരും എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടായെന്ന് വരില്ല അപ്പാ. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. ചിലരെല്ലാം വിട്ടുപോകേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. അതിനൊക്കെ തക്കതായിട്ടുള്ള കാരണങ്ങളും ഉണ്ടാവും. ഓ പള്ളിയിലേക്ക് വന്നു തുടങ്ങിയോ? പള്ളി വന്നൊന്നല്ല, ഞാൻ ജോയേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. ഇപ്പൊ ഇവിടെയൊക്കെ വന്നാലേ കാണാൻ പറ്റുള്ളൂ. മാർപ്പാപ്പേ. ഏയ് മാർപ്പാപ്പേ വായ. കളിയാക്കണ്ട ആനണി ചേട്ടാ, എന്റെ അപ്പനിപ്പോ മാർപ്പാപ്പ തന്നെയാ. എന്താടാ കാലത്ത് തന്നെ എത്ര വലിയ ആ പ്രശ്നം? ഒരു കാര്യമുണ്ട്, വാ. കുഴപ്പമില്ലതും ഉണ്ടാക്കിയാ? ആ പറയാനേ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നു. അവളിപ്പോ വീട്ടിലുണ്ട്. ഏത് മറ്റേ പെണ്ണാണോ? സൂപ്പർ മാർക്കറ്റോ അതോ ഫാൻസി സ്റ്റോറോ? ഏച്ചേ അതൊന്നുമല്ല. ഇത് നമ്മുടെ രാജാക്കാട് കഞ്ചാവ് എടുക്കുന്ന വീട്ടില്ലേ, അവിടുത്തെ പെണ്ണ. പിന്നെ വിളിച്ചോണ്ട് വന്നൊന്നുമല്ല, കൂടെ ഇറങ്ങി പോകുന്നതാണ്. നമ്മുടെ ജാതി മതമൊന്നുമല്ല, ഹിന്ദുവാ. ഛേ, എന്താന്ന് നോക്കി. ഒരു പാവം കുട്ടിയെ ചോട്ടാ. പിന്നെ എന്നെ സ്നേഹിക്കാനോ ആരെങ്കിലൊക്കെ വേണ്ടേ ലോകത്ത്. നീ വാ മോളെ, നമുക്ക് അവന്റെ വീട് വരെ ഒന്ന് പോയി നോക്കാം. ഏത് പെണ്ണിനെ വിളിച്ചിട്ടാണോ വന്നേക്കണേ? വാ കരയണ്ട കരയണ്ട. ചോട്ടാ, ആണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി, എന്റെ കൊച്ചിനെ ഞാൻ ഡോക്ടറാക്കാം. ഈ ഹാർട്ടിന്റെ ഡോക്ടർ. കരയണ്ട കേട്ടാ. പപ്പയുടെ പോലെ തന്നെയാ, വലിയ വാശിക്കാരിയാ. കരയല്ലേ, കരയല്ലേ, കരയല്ലേ. അയ്യോ മതി. എന്നാ പിടിച്ചോ. ചേച്ചി എന്നാ ശരി കേട്ടാ. ആ പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത് കേട്ടാ. എന്നാ തിരിക്കട്ടെ. അയ്യോ ഇതൊന്നും വേണ്ട ജോയേട്ടാ. അയ്യോ വേണ്ടെന്ന് പറയരുത്. വരുന്ന വഴിക്ക് എൻ്റെ ആന്റിയുടെ മകൾക്ക് എന്തെങ്കിലും വാങ്ങാൻ ഞാൻ മറന്നുപോയി.